ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഫുഡ് ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾക്കുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ 3 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടി വരിക. ആദ്യം നമ്മൾ ഓൺലൈനിൽ രജിസ്ട്രേഷൻ ചെയ്യുക, ശേഷം നമ്മുടെ യൂസർ ID പാസ്വേഡൊക്കെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കുക, അതിനുശേഷം ഫിസിക്കലി ആയിട്ട് ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക, അതിനുശേഷം സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ആവുക. ഇത്രയും എങ്ങനെയാണ് നമുക്ക് ഇത് ലഭിക്കുന്നത്. അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് വെബ്സൈറ്റിലോട്ട് വന്ന ശേഷം നമുക്ക് സ്റ്റെപ്പുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് സ്റ്റെപ്പുകൾ എന്നുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നിന്നും രജിസ്റ്റർ ട്രെയിനി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ട്രെയിനി ആയിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ ഡീറ്റെയിൽസുകളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. ആദ്യം പേര് കൊടുക്കുന്നു, അടുത്തായിട്ട് സെക്കൻഡ് നെയിം അഥവാ ലാസ്റ്റ് നെയിം കൊടുക്കുന്നു, മിഡിൽ നെയിം ഉണ്ടെങ്കിൽ മിഡിൽ നെയിം കൊടുക്കുക, ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ വിത്തൗട്ട് ലൈസൻസ് നമ്പർ തന്നെയായിരിക്കും നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് ഉണ്ടാവുക. സോ നമ്മളത് തന്നെ മാറ്റം വരുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. അടുത്തായിട്ട് ഫാദർ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അഡ്രസ് എന്നുള്ള ഭാഗത്ത് നമ്മുടെ അഡ്രസ്സ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, ജില്ല സെലക്ട് ചെയ്യുക, പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സിറ്റി എന്നുള്ള ഭാഗത്ത് സിറ്റി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഏത് സർക്കിളിന്റെ കീഴിലാണ് വരുന്നത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ID ടൈപ്പ് എന്നുള്ള ഭാഗത്ത് നമുക്കിതിൽ നിന്നും ആധാർ നമ്പർ, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ ID, പാൻ കാർഡ് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ആധാർ ആണെങ്കിൽ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് ആധാർ സെലക്ട് ചെയ്ത് ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ഇമെയിൽ ID ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. സെൻഡ് OTP എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP സെൻഡ് ആയിട്ടുണ്ടാവും. കസ്റ്റമറുടെ മൊബൈലിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും. വന്നിരിക്കുന്ന OTP ഇവിടെ ആയിട്ട് രേഖപ്പെടുത്തി കൊടുക്കുക. വെരിഫൈ OTP എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. മൊബൈൽ നമ്പർ വെരിഫൈഡ് സക്സസ്ഫുൾ എന്ന് കാണിക്കും. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. നമ്മുടെ ക്വാളിഫിക്കേഷൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആഡ് റോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ഇവിടെ രേഖപ്പെടുത്തി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഫൈനൽ ഡിക്ലറേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രജിസ്റ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമുക്ക് ഇതുപോലെ സ്ക്രീന് വരും. യു ഹാവ് രജിസ്റ്റർഡ് സക്സസ്ഫുള്ളി, ലോഗിൻ ID ആൻഡ് പാസ്വേഡ് സെൻഡ് ടു യുവർ മൊബൈൽ ആൻഡ് ഇമെയിൽ എന്നുള്ള ഓപ്ഷൻ. അതായത് നമ്മുടെ മൊബൈൽ നമ്പറിലോട്ടും അതുപോലെ തന്നെ ഇമെയിൽ IDയിലോട്ടും ഒരു പാസ്വേഡ് യൂസർ ID സെൻഡ് ആയിട്ടുണ്ടാവും. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇനി ലോഗിൻ ചെയ്യേണ്ടത്. ബാക്ക് ടു ഹോം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ നോർമൽ യൂസർ ആണ്. സോ നമ്മളിവിടെ യൂസർ ID അഥവാ പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും. പാസ്വേഡും ഇവിടെ ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ലോഗിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മൾ കംപ്ലീറ്റ് ലോഗിൻ ആയിട്ടുണ്ടാവും. ഇതിനകത്തേക്ക് ലോഗിൻ ആയിട്ടുണ്ടാവും. ഇനി നമ്മളിത് ഇവിടെ ചെയ്യേണ്ടത്, കസ്റ്റമറെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് അവരോട് കൃത്യമായിട്ട് കോഴ്സ് എൻറോൾമെന്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവർക്ക് പ്രത്യേകിച്ചിട്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കാനില്ല. ഇനി നമ്മൾ ഇതിനകത്ത് ഒരു കോഴ്സിലോട്ട് വരെ എൻറോൾമെന്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അത് ട്രെയിനിങ് അവൈലബിൾ ആവുന്ന സമയത്ത് മാത്രമാണ് ലഭിക്കുക. ഇവിടെ കോഴ്സ് എൻറോൾമെന്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഏത് തരത്തിലുള്ള കോഴ്സാണെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ബേസിക് ആണ് ബേസിക്, അതുപോലെ തന്നെ കോഴ്സ് ടൈപ്പ് ആണെങ്കിൽ കോഴ്സ് ടൈപ്പ് ഏതാണെന്നുള്ളത്. അതിനുശേഷം മോഡ് ഓൺലൈൻ ഓഫ്ലൈൻ ട്രെയിനിങ് ഉണ്ടാവും. ഫൈൻഡ് ബാച്ചസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ലഭിക്കുന്നതാണ്. ഇതിനകത്ത് നമുക്ക് ജോയിൻ ചെയ്യാൻ ആവശ്യമുള്ളതിലേക്ക് ജോയിൻ ചെയ്യുക. ഇവിടെ എൻറോൾ ഇൻ ബാച്ച് എന്ന ഓപ്ഷനിലേക്ക് പോവുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് മെസ്സേജ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ശ്രദ്ധിച്ച് കഴിയുമ്പോൾ എവിടെയൊക്കെ ഉണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ അതിനുശേഷം കോഴ്സ് ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്.